എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പുതിയൊരു ദിവസത്തെ പുതിയൊരു വീഡിയോ ആണ്. അത് നമ്മുടെ പ്രധാന ഒരു ആളാണ് വെള്ളരിക്ക കൊണ്ട് കിച്ചടി ഉണ്ടാക്കുന്നത്. എല്ലാ സദ്യയിലും ഉൾപ്പെടുന്നതാണ്. അതുകൊണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണം. വീഡിയോ ഫുള്ളായിട്ടും കാണണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ നമ്മുടെ വെള്ളരിക്ക കിച്ചടിയുടെ എന്തൊക്കെ വേണ്ടതെന്നുള്ളത് നമുക്ക് നോക്കാം. അത് വെള്ളരിക്കയാണ് പ്രധാനം. ഇതിലൊരു 200 ഗ്രാം വെള്ളരിക്ക ഉള്ളൂ. ഒരുപാടൊന്നുമില്ല, വളരെ കുറച്ചുണ്ടാക്കുന്നുള്ളൂ. ചെറുതായിട്ട് അരിഞ്ഞതാണ് വെള്ളരിക്ക. ഒരു ചെറിയൊരു മുടി തേങ്ങ, പച്ച തേങ്ങയാണ്, കറുപ്പൊന്നും പെടാണ്ട് ശ്രദ്ധിച്ചിട്ട് ചരി വെച്ചിട്ടുണ്ട്. ചെറിയൊരു മുടി തേങ്ങ, പിന്നെ നമ്മുടെ കറുവേപ്പിൻ്റെ ഇല, മുളക് വേണം, കടുക് വേണം. കടുക് കുറച്ച് ഇതിൽ പൊടിച്ച് ചേർക്കണം, താളിക്കാനും വേണം. പിന്നെ 2 സ്പൂൺ വെളിച്ചെണ്ണ വേണം. തൈര് വേണം. തൈര് കുറച്ച് നമുക്ക് പുളിപ്പ് നോക്കിയിട്ടാൽ മതി. ഒരുപാട് പുളിപ്പുള്ളത് വേണ്ട, മീഡിയം പുളിപ്പിൽ മതി. നോക്കി ഒഴിക്കാം. ഒരു പകുതി ഒഴിച്ചാലും മതി. 3-4 പച്ചമുളക് ചെറുത്. ഇത് വേവിക്കാൻ വെക്കണം ആദ്യം. വെള്ളരിക്ക നമുക്കെങ്ങനെ എന്താ ചെയ്യാം നോക്കാം. വെള്ളരിക്ക ഇടാൻ പോവാണ്. ചട്ടി വെച്ചെന്ന് ചൂടായിരുന്നു അടുപ്പത്ത്. കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി, തോനെ വെള്ളം ഒഴിക്കാൻ പാടില്ല. വെള്ളം വറ്റണം. അത് വെന്തിട്ട് 2 കൈ വെള്ളം വറ്റണം. ഉപ്പിട്ടിട്ട് നമുക്ക് വേവിക്കാൻ വെക്കാം. കല്ലുപ്പാണ് ഇടുന്നത്. അടച്ചു വെക്കാം. അടച്ചു വെച്ചിട്ട് വേവട്ടെ. നല്ല വെന്ത് വെള്ളമൊക്കെ വറ്റി വരണം. അപ്പം നമുക്ക് തേങ്ങ അരപ്പിടാം. അപ്പം നമ്മുടെ തേങ്ങ അരയ്ക്കാം. നല്ല വൈറ്റ് തേങ്ങയാവണം. എല്ലാം നമ്മുടെ കിച്ചടി വൈറ്റാണ്. അപ്പം അതൊരു വൈറ്റ് ആവണം. തൈര് വൈറ്റ്, തേങ്ങ നല്ല വൈറ്റ്, ബ്ലാക്കൊന്നും പെടാണ്ട്, കറുപ്പൊന്നും പെടാണ്ട് ഇടണം. തേങ്ങയിൽ ഒരു കളർഫുള്ളാണ്. സദ്യയിലെ ഗ്ലാമർ എന്നും കൂടി പറയാം. പിന്നെ നമ്മുടെ കടുക് ഒന്ന് ചതച്ച് വെച്ചിട്ടുണ്ട്. അത് ഒരു 1/2 സ്പൂൺ ഇടാം. മുളക് ഇടുന്നുണ്ട്, പച്ചമുളക് ഇടണം. ഇത് അരച്ച് കൊണ്ടിടാം. പിന്നെ തൈര് ഒഴിക്കണം, പകുതി ഒഴിക്കാം. പുളിപ്പ് എങ്ങനെയുണ്ട് നോക്കിയിട്ട്. അല്ലാണ്ട് പുളിപ്പ് വേണ്ട. ഇനി അങ്ങനെ പുളിപ്പ് വേണമെന്നുള്ളവർക്കെല്ലാം ഇടാം, കുഴപ്പമൊന്നുമില്ല. ഒരു 3/4 ഗ്ലാസ് എടുത്തിട്ട് ഒരു പകുതി എടുത്തിട്ടുണ്ട്. അരക്കട്ടെ, അരച്ചിട്ട് വരാം. നമ്മുടെ വെള്ളരിക്കൊക്കെ നല്ല വെന്തു, വെള്ളമൊക്കെ വറ്റി കറക്റ്റായി. ഇനി നമുക്ക് ആഫാക്കാം. ഒരുപാട് വെള്ളം വേണ്ട, അതുകൊണ്ടാണ്. വെന്ത് വെള്ളമൊക്കെ വറ്റി നല്ല കളറൊക്കെ മാറി നല്ല. ആഫാക്കിയിട്ട് ചൂടാറിയ ശേഷമാണ് അരവൊക്കെ ഒഴിക്കുള്ളൂ. 1 മിനിറ്റ് ചൂടാറട്ടെ. ഇത് അരവ്. പിന്നെ പച്ചമുളക്, കടുക് പൊടിച്ചത് ഇട്ടിരുന്നു. തേങ്ങ, തൈര് ഒഴിച്ചിട്ടുണ്ട്. തൈര് പുളിപ്പൊക്കെ നോക്കി പാകത്തിന് വേണ്ടത് ഇടാം, ഒന്നും കുഴപ്പമില്ല. അധികം ആവരുത്, അധികം വെള്ളം പോലെ ആവാനും പാടില്ല. 1 മിനിറ്റ് ചൂടായ ശേഷം നമുക്ക് അരപ്പിടാം. അപ്പോൾ നമുക്ക് അരപ്പിടാം. ചൂടൊക്കെ ആറി 1 മിനിറ്റ് ചൂടാറണം. തിളയ്ക്കാനൊന്നും പാടില്ല. അതാണ് കിച്ചടി. ഒഴിക്കണു. എല്ലാം യോജിപ്പിക്കണം. എല്ലാവരിലും ഭക്ഷണത്തിലൊക്കെ നല്ല ഇളക്കി. എന്താ മണം. 3/4 പാത്രമില്ല, ഇത്ര തൈര് എടുത്തിട്ടുള്ളൂ. കുറച്ചും കൂടി ഇടാം. അങ്ങനെ നമ്മുടെ കിച്ചടി ഓക്കെ ആയി. നല്ല മണം. നമുക്ക് താളിപ്പ് കൊടുക്കാം. സൂപ്പർ താളിപ്പൊടി കൊടുത്താൽ നമ്മുടെ ഡിഷ് റെഡിയായി. വെള്ളരിക്കയും തൈരൊക്കെ നല്ലതാണ്. സദ്യ ഇല്ലാത്തപ്പോഴും ഒക്കെ ഉണ്ടാക്കാം. എല്ലാവരും നല്ല യോജിപ്പിച്ചിട്ട് കൊടുക്കാം.
അത്ര വെള്ളം പാടുള്ളൂ, തോനെ വെള്ളം പാടില്ല. നമ്മുടെ കിച്ചടി റെഡി. നമുക്ക് ഒരു താളിപ്പ് കൊടുക്കാം. ചൂടാ വെളിച്ചെണ്ണയിൽ വറക്കണം. വെളിച്ചെണ്ണ തന്നെ വേണം, വേറെ ഏതിലും വറക്കാൻ പാടില്ല, ഓയിലൊന്നും വറക്കാൻ പാടില്ല. വെളിച്ചെണ്ണ ഒഴിക്കണം. 2 സ്പൂൺ ഒഴിക്കാം. 4 സ്പൂൺ കടുക്, പൊട്ടട്ടെ. മുളകിടുന്നു, സിമ്മിലാക്കാം. കറുവേപ്പില പ്രത്യേകിച്ചുള്ള അങ്ങനെ 1 മിനിറ്റ് അടച്ചു വയ്ക്കട്ടെ. എല്ലാവരും ഓണത്തിന് കിച്ചടിയൊക്കെ ഉണ്ടായി കഴിക്കുക. അപ്പം നമ്മുടെ കിച്ചടി റെഡിയായി. സൂപ്പർ ടേസ്റ്റുള്ള ഒരു കിച്ചടിയാണ്. എല്ലാവരും ഓണമൊക്കെ അല്ലേ കിച്ചടിയൊക്കെ ഉണ്ടാക്കിയിട്ട് സദ്യയിലൊക്കെ ഉണ്ടാക്കി കഴിച്ച് ഓണമൊക്കെ അടിച്ച് പൊളിക്കുക. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കി കഴിച്ചിട്ട് കമൻ്റൊക്കെ പറയണം. ടേസ്റ്റൊക്കെ എങ്ങനെയുണ്ടെന്നൊക്കെ പറയണം. ചെറിയൊരു വീഡിയോ ആണ്, എല്ലാവരും ഫുള്ളും വീഡിയോ കാണണം. പിന്നെ ഇനി ഒരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.